ഹലോ, ഞങ്ങളിപ്പോൾ വണ്ണപ്പുറം വന്നപ്പോഴാണ് മുമ്പോഷാണ് ഒരു വ്യത്യാസം. എല്ലാവരും നമ്മൾ കോട്ടപ്പാറ കാണാം. കോട്ടപ്പാറ പക്ഷെ എല്ലാവരും കോട്ടപ്പാറ കയറിയിട്ടുണ്ട്. കോട്ടപ്പാറയുടെ മുകളിൽ പോയി അതായത് താഴെ വന്ന് പക്ഷെ കോട്ടപ്പാറയുടെ താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ദൃശ്യം എങ്ങനെയാണ് അതൊന്ന് കാണണമെന്നൊരാഗ്രഹം. അങ്ങനെ ഞങ്ങളൊന്ന് ജസ്റ്റ് നടന്നതാണ്. അതായത് നടന്ന് കോട്ടപ്പാറ മുകളിൽ നിന്ന് താഴെ നിൽക്കുമ്പോൾ വീടുകൾ പരിസരത്ത് ഏതാണ്ട് ചോട്ടിലേക്ക് ഒന്ന് കയറാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഈ ഒരു അപ്പം ഞാനിവിടെ നിൽക്കുന്നത് നമ്മുടെ 30 മീറ്റർ നടന്നിട്ടുണ്ടെങ്കിൽ വൈഫിൻ്റെ അമ്മായിയുടെ വീട്ടിലാണ്. അതായത് മലയുടെ താഴെ ഞങ്ങളുടെ അമ്മായിയുടെ വീട്ടിൽ. അപ്പോൾ അമ്മയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ നടന്ന് വ്യൂ കാണിച്ചു തരാം. അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നടന്ന് നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ ഒരു മിനിറ്റിലേക്ക് അടക്കാൻ പോകാമെന്ന് കരുതിപ്പോൾ എന്താണ് പാഞ്ചാതിക്കുള്ളായിക്കോട്ടെ. ഒരു മിനിറ്റ്. അതായത് ഇതേ കാണാണ് എൻ്റെ വൈഫിൻ്റെ അമ്മായിയുടെ വീടാണ്. ഈ വീടാണ് ഇപ്പോൾ 60X ആണ് ഞാൻ സൂം ചെയ്താണ്. സോറി 6Xൽ നിന്ന് ഞാൻ കുറഞ്ഞു അത് നടന്നുകൊണ്ടാണ് നമ്മുടെ അമ്മയും അമ്മായി അനിയന്മാർ, അതായത് അളിയന്മാർ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഇതേ കാണണ്ട ഈ മല, ഇതൊരു ചോട് മല തുടങ്ങിയതാണ്. ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ കോട്ടപ്പാറയാണ് മക്കളെ, കോട്ടപ്പാറ. ഈ കാണുന്ന സ്ഥലമൊക്കെ നമ്മുടെ അമ്മാവൻ്റെ അമ്മായിയുടെയൊക്കെ ആട്ടോ, അവരുടെ പെണ്ണനിയന്മാരുടെയൊക്കെയാണ്. വേണ്ട ഇങ്ങനെ നടന്ന് കയറി കഴിഞ്ഞാൽ പരന്ന പാറയിലേക്ക് എത്തും. ഈ സൂം ചെയ്ത ആ മോളിൽ കാണാൻ ഈ വലിയ മഴയില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചോട്ടിലേക്ക് നടന്നു കയറുവാണ് കേട്ടോ. എൻ്റെ ചോട് വരെ എത്തുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യൂ കാണാമല്ലോ. അമ്മയും അമ്മായിയും കുറച്ചൊക്കെ പുറകിൽ വരുന്നുണ്ട്. അവർ കുറച്ച് പേരെയാണ് ഒരു എൻ്റെ പുറകിലുള്ളത് കാണിച്ചു തരാം. അവരിങ്ങനെ പുറകിൽ നിന്ന് നടന്നു വരുന്നുണ്ട്. കണ്ടോ എൻ്റെ പൊന്നൻ അമ്മയുടെ കൂടെ കയറി വന്നു തുടങ്ങിയിട്ടുണ്ട്. അവർ കുടമാറ്റം നടത്തുവാണ്. ഞാൻ ചുമ്മാ വീഡിയോ പിടിച്ചണ. പൊന്നാ ഇതെവിടെ വെച്ചാൽ അമ്മയുടെ അടുത്താണ്. അമ്മയുടെ അടുത്താ. ഐ തൊഴിലുറപ്പ് കോട്ട കെട്ടാണ് അമ്മായി നമ്മുടെ കൂടെ മല കയറാൻ വരുന്നത്. തൊഴിലുറപ്പ് ഫലകം. ഇത് ഏത് വാർഡായിട്ട് വരും? വണ്ണപ്പുറം 17-ാം വാർഡ്, 15-ാം വാർഡല്ലേ? വണ്ണപ്പുറം 15-ാം വാർഡ്. പനയൊക്കെ ഉണ്ടല്ലോ അമ്മായി. പന എത്തോണി കോട്ടപ്പാടയുടെ ഓണറാണ് നീ. ആ ഓഹാ ശരി. ഇപ്പോൾ കോട്ടപ്പാറ നിങ്ങളുടെ ആണപ്പം കൂട്ടോ. അപ്പോൾ നടന്ന് കോട്ടപ്പാറയുടെ അടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇപ്പോൾ 4XL സൂമിങ്. ഇതെവിടെ മഴവന് വീട് എന്നാണ് അതേ കാണുന്നത്. നിൽക്കണേ പടത്തെ കിടക്കണേ. ഇത് നടന്നു പോകുമ്പോൾ വലിയൊരു കുഴിയും കാണാം. അത് പാറയോട് കൂടി ഒരു വലിയൊരു കുഴിയാണ് എൻ്റെ അതിലേക്ക്. അങ്ങോട്ട് ഈ പാറയുടെ ഇപ്പോൾ നിൽക്കല്ലേ ഇവിടെ ഇതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കുഴിയുടെ ഡെപ്ത് കാണാറുണ്ട്. പക്ഷേ അവിടെ ചെറിയ മുറിഞ്ഞ് കിടക്കണം. നോക്കട്ടെ കയറിപ്പോകാൻ പറ്റുമെന്ന്. പറയല്ലേ. വഴുതലുണ്ടെന്നാണ് ഇപ്പം പറഞ്ഞത്. അങ്ങനെ വീണ്ടും ഞങ്ങൾ മുകളിലേക്ക് കയറി തുടങ്ങുകയാണ്. അവിടെ ചെറിയ ഗുഹയുണ്ടെന്ന് പറഞ്ഞാൽ ഗുഹയിലേക്കാണ് യാത്ര. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിലേ ഒരാളുമില്ല അറിയില്ലൊന്നും. അങ്ങനെ ഏതാണ്ട് ഗുഹ ഉണ്ടെന്നുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു പാറയുടെ ഇത് കയറി നിൽക്കണ പാറ അത്രേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ചീട്ട് കളിക്കാനൊക്കെ ഇവിടുത്തെ നാട്ടിലെ ലോക്കൽസ് വന്നിരിക്കാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗുഹയിലേക്ക് ഇറങ്ങുവാണ്. ആ ചെറിയ ഗുഹയിലേക്ക്. ഓക്കെ ചെറിയ തെന്നലൊക്കെ ഉണ്ട്. എന്തോ അതിൻ്റെ ഉള്ളിലേക്കാ ഗുഹയാണത്. തെന്നലുകൊണ്ട് കൈ പിടിച്ചതുകൊണ്ട് ക്യാമറ പ്രോപ്പറായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കാറുണ്ട്. അങ്ങനെ
ഇതാണ് ഒരു ചെറിയൊരു ഗുഹ എന്ന് പറയാൻ ഒന്ന് വേച്ച് കൊണ്ടായിരുന്നു. ഷെൽട്ടർ പറയാം. ഇതാണ് ഈ പറയണ പാറ, ചെറിയ ഗുഹ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടോ? അതിൻ്റെ ഇവിടെ നോക്കണ്ടേ? 5-6 ആൾക്കാർക്ക് മഴ നനയാണ്ട് നിൽക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഗുഹ എന്ന് പറയാൻ പറ്റില്ല. ചെരിഞ്ഞിങ്ങനെ മറേ. വീണ്ടും ഞങ്ങൾ ഗുഹയുടെ ഉള്ളിൽ നിന്നൊക്കെ വെളിയിലേക്ക് ചാടി വീണ്ടും കോട്ടപ്പാറയുടെ അടിത്തട്ടിലേക്ക് നടന്നിറങ്ങുവാണ്. നടന്ന് കയറ്റം കയറി അങ്ങ് പോവാണ്. കുറച്ച് കുന്നുണ്ട് കേട്ടോ, കുറച്ചിങ്ങനെ പരന്ന ഭാഗമാണ്. അത് കയറി കഴിയുമ്പോഴാണ് അവിടെ അതിൻ്റെ താഴെ എത്തുന്നത്. പിന്നെ റബ്ബറുണ്ട് കേട്ടോ ഇഷ്ടംപോലെ. പിടിക്കാൻ പറ്റുന്നതല്ല. ഇത് റബ്ബറുള്ള നാടാണ്. കുന്നിൻ്റെ മുകളിൽ റബ്ബർ എടുപ്പാണ്. ആർക്കെങ്കിലും വന്നു തോന്നിയാൽ പോരാ, എൻജോയ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇങ്ങനെ കുന്നിൻ്റെ മുകളിലേക്കാണ് ഇനി പോണത്. ഓക്കെ, കുന്ന് കയറി ഈ കോട്ടപ്പാറയുടെ താഴെ എത്തിയാണ്ട് ഈ പറഞ്ഞ പാറയുടെ ചോട്ടില്ല പോയി കോട്ടപ്പാറയുടെ ചോട്ടിലെത്തി. കയറി കയറി പോയോ നീ? എവിടെ? മുകളിലാണോ? പാറയുടെ മുകളിലോ? ഏറ്റവും കോട്ടപ്പാറയുടെ മുകളിലേക്ക് നോക്കുമ്പോൾ കുരങ്ങനെ കണ്ടുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഞാൻ കണ്ടില്ല. അനിയന്മാർ അവിടെ മുകളിലുണ്ടെന്നാണ് പറയുന്നത്. ആ സൂം ചെയ്യാൻ നോക്കി ഇരിക്കണ്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. ഞാൻ സൂം ചെയ്ത് നോക്കി, ആദ്യം കണ്ടില്ല. എൻ്റെ മുകളുണ്ട്. കോട്ടപ്പാറയുടെ അടിയിലാണ് നിൽക്കണേ. ഇനി ശരിക്കും പറഞ്ഞാൽ താഴ്ത്തുന്നൊരു 100 മീറ്ററിന് മുകളിൽ കയറി വന്നില്ല. നമ്മൾ 100 ഉള്ളൂ. എന്തായാലും കുരങ്ങനെ പോലും അതിലൂടെ പോയി കഴിഞ്ഞാൽ ഏറ്റവും മുകളിലെ പാറ പോകാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ മുകളിലേക്ക് പാറ ഉണ്ടെന്നുള്ളൂ അല്ലേ? പിന്നെ അടുത്ത വീഡിയോ നമുക്കപ്പോൾ ഇനി കോട്ടപ്പാറയുടെ വിശേഷങ്ങൾ വീണ്ടും ഉണ്ട്. പിന്നെ ഓക്കെ, വണ്ടപ്പുറത്തേക്കുള്ള യാത്രകളൊക്കെ ഒന്ന് കാണിച്ചു. അതിലെ കണ്ട് ഇച്ചിരി മാറിപ്പോയി കഴിഞ്ഞാൽ ബൈ ബൈ. മുകളിൽ വരെ ഇങ്ങനെ കയറി പോകാൻ പറഞ്ഞു.